നമസ്കാരം. പത്മ ഇതൊരു സിദ്ധൻ്റെ പുസ്തകമാണ്. സിദ്ധൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ജീവിച്ച് സമാധിയായ ഒരു സിദ്ധനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ്. അതായത് തിരുവനന്തപുരത്ത് പത്മതീർത്ഥ കുളത്തിൻ്റെ കരയിൽ ഒരു ഗോസായി, ഒരു യോഗി വന്ന് തപസ്സിരുന്നു. അവിടെ ഒരു അരശൻ മൂടുണ്ട്. ഇന്ന് അരശില്ല. അതായത് ഇന്നത്തെ കല്ലാനയുടെ അടുത്ത്. ഞാനൊക്കെ ചെറുതിൽ ഒരുപാട് ഓടിക്കളിച്ച സ്ഥലമാണ്. അന്ന് ആ അരശിൻ്റെ താഴെയായിട്ട് ഒരു യോഗി വര്യൻ വന്ന് തപസ്സിരുന്നു. തപസ്സെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ സാധാരണ മട്ടിൽ ധ്യാനത്തിനിരുന്നു. അപ്പം നാട്ടിലുള്ള ആൾക്കാരും പുറത്തുള്ളവരും എല്ലാവരും വന്ന് അദ്ദേഹത്തിനെ ദർശനത്തിന് വേണ്ടി വരാൻ തുടങ്ങി. ഒരുപാട് പേര് വന്നു. അങ്ങനെയാണല്ലോ, ഒരു യോഗി വന്നു, ഒരു സിദ്ധൻ വന്നു, സാധു വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഓടിയെത്തും. അദ്ദേഹത്തിനെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്നതും തന്നെ മതി. അല്ലാതെ അനുഗ്രഹിക്കണം ഒന്നും പറയേണ്ട കാര്യമില്ല. കൂടെ ഒന്നിരുന്നാൽ മതി, ആ സ്ഥലത്ത് പോയാലും മതി. അങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ ഒരുപാട് പേര് വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലിലായിട്ട് ഒരു വലിയ പുണ്ണുണ്ടായിരുന്നു. പുണ്ണെന്ന് വെച്ചാൽ വ്രണം, അറിയാമല്ലോ. ആ വ്രണത്തിലാണെങ്കിൽ ഈച്ചകൾ ഇങ്ങനെ അരിച്ചുകൊണ്ടേയിരുന്നു. വന്ന് ആ പുഴുവരിക്കുന്നത് നാട്ടുകാരെല്ലാവരും കാണുന്നുണ്ട്. അദ്ദേഹവും ഇടയ്ക്കിടയ്ക്ക് ആ പുണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കണ്ട് രസിക്കും. ഈച്ച വന്നിങ്ങനെ അതിനെ കളിക്കുന്നത് അതിൽ പുറത്തിരുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ച് ഈ പറഞ്ഞ സിദ്ധൻ അറിയാനിടയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ഒന്ന് കാണണം സ്വാമി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുടെ ആവശ്യപ്രകാരം ഈ പറയുന്ന സിദ്ധൻ, അയ്യാവെന്ന് പറയുന്ന അദ്ദേഹം ഈ ഗോസായിയെ കാണാൻ വരികയാണ്. അങ്ങനെ അദ്ദേഹത്തെ കാണാനായിട്ട് അവർ നിർബന്ധിക്കുകയും വിളിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നു. അങ്ങനെ പത്മതീർത്ഥക്കരയുടെ ആ കുളത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം വരുന്നു. അദ്ദേഹം വരുമ്പോൾ ആ ഗോസായി സിദ്ധൻ ധ്യാനത്തിലാണ്. അദ്ദേഹം വന്നതും അദ്ദേഹം കണ്ണു തുറന്നു. എന്നിട്ട് ഈ വന്ന സിദ്ധനെ അദ്ദേഹത്തിനെ വന്ദിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് തൈക്കാട് അയ്യ എന്നാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പിന്നീട് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അയ്യാവിനെ വന്ദിച്ചു. രണ്ടുപേരുടെയും ദൃഷ്ടികൾ തമ്മിലിടഞ്ഞു. കുറേ നേരത്തേക്ക് അവർ തമ്മിൽ നോക്കി നിന്നു. ഒരുതരം പ്രണയം എന്ന് പറയാം, പക്ഷെ അത് വെറും ശാരീരികമായിട്ടുള്ള പ്രണയമല്ല. ഇവർ തമ്മിൽ നോക്കി. കുറച്ചു നേരം നോക്കിയതിന് ശേഷം ഈ അരശൻകോട്ടിലിരുന്ന ആ സിദ്ധൻ അയ്യാവിനോട് പറഞ്ഞു, ഇത് മനഃപൂർവ്വം വരുത്തിയതാണെന്നും പൂർവജന്മ ശിഷ്ടങ്ങൾ തീർക്കുകയാണെന്നും പറഞ്ഞു. അതായത് ആ സിദ്ധൻ തൻ്റെ കാലിലെ പൊണ്ണിനെ, വ്രണത്തിനെ കാണിച്ചിട്ട് അയ്യാവിനോട് പറഞ്ഞു, ഇത് ഞാൻ മനഃപൂർവ്വം വരുത്തിയതാണെന്നും പൂർവജന്മ ശിഷ്ടങ്ങൾ തീർക്കുകയാണെന്നും പറഞ്ഞു. വളരെ എടുത്ത് ശ്രദ്ധിക്കേണ്ട വാക്ക് പൂർവജന്മ ശിഷ്ടങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂർവജന്മ പാപങ്ങൾ എന്നല്ല. ഇതൊരു സിദ്ധൻ്റെ വാക്കാണ്. പൂർവജന്മ ശിഷ്ടങ്ങൾ തീർക്കുന്നതാണിതെന്നാണ് പറയുന്നത്. അതായത് ആ വന്ന വ്രണം വരുത്തിയ വ്രണമാണ്. ആ വേദനയും അതിൻ്റെ ആ ദുർഗന്ധവും എല്ലാം താനും കണ്ട് രസിച്ച് മറ്റുള്ളവരെയും കാണിച്ചു കൊടുക്കുകയാണ്. ഇത് പൂർവജന്മ ശിഷ്ടമാണ്. ഞാൻ സിദ്ധനാണ്, ആയിരിക്കാം, തപസ്യാണ്, പക്ഷേ എങ്കിലും പൂർവജന്മ ശിഷ്ടം അനുഭവിക്കുകയാണ് ഞാൻ. ഇത് ഈ അയ്യാവിനോട് പറഞ്ഞു. ഒരു സിദ്ധൻ്റെ പുണ്ണിലൂടെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകളെ നമുക്കും കൂടെ കാണിച്ചു തരാണ്. ഒരു കുറുവൻ എന്താണ് നമുക്ക് മനസ്സിലാവത്തില്ല. ഒരു സിദ്ധൻ്റെയോ ഒരു യോഗിയുടെയോ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നമുക്ക് അപ്പോൾ മനസ്സിലാവത്തില്ല. ഇതുപോലെ എപ്പോഴെങ്കിലും വായിക്കുമ്പോഴായിരിക്കും അറിയുന്ന. അതുകൊണ്ടൊരു സിദ്ധൻ്റെ പൊണ്ണ് മതി നമുക്ക് സാധ്യതകൾ തുറക്കാൻ. വീണ്ടും കാണാം. പത്മ.